ഹലോ. ഈ ചട്ടിയിൽ കിടന്നേ തിളയ്ക്കണ തിള കണ്ട ഇതെന്താണെന്നറിയോ? നമ്മുടെ സ്വന്തം ബീഫും കായും. ഇന്ന് ഉച്ചയൂണിന് സ്പെഷ്യൽ ഇതായിരുന്നു കേട്ടോ. ഇതിൻ്റെ പ്രിപ്പറേഷൻ ഒന്ന് കണ്ടു നോക്കിയാലോ? ഇൻഗ്രീഡിയൻസ് നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരു 10-15 ചുവന്നുള്ളി നീളത്തിലരിഞ്ഞതും 2 ചെറിയ സവാള നീളത്തിലരിഞ്ഞതും അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും. പിന്നെ അതേ ഒരു കുക്കറിലോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കിയ ബീഫിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക ചെയ്തതാണ്. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടില്ലേ, ആ ഇൻഗ്രീഡിയൻസിൻ്റെ പകുതി മാത്രം ഈ ബീഫ് വേവിക്കുമ്പോൾ കുക്കറിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കും. ബാക്കി പകുതി ഗ്രേവി സെറ്റാകുമ്പോൾ നമ്മൾ ഉപയോഗിക്കണം. ഇപ്പോൾ പകുതി ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മണമൊക്കെ നന്നായിട്ട് ബീഫിലേക്ക് ഇറങ്ങും, അല്ലെങ്കിൽ ബീഫ് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. ഇതിപ്പോൾ ഇതേ നമ്മൾ നേരത്തെ അരിഞ്ഞ സവാളയുടെ പകുതിയും ചുവന്നുള്ളിയുടെ പകുതിയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചില്ലേ അതിൻ്റെ പകുതി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് പൊടികളും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഏകദേശം 1/2 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടിയെ ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു 3/4 ടീസ്പൂണോളം നമ്മൾ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഗ്രേവി റെഡിയാക്കുമ്പോൾ നമ്മൾ പൊടികൾ വീണ്ടും ചേർക്കണ കാരണം ഇതിൽ നമ്മൾ കുറേശ്ശെ ചേർത്ത് കൊടുക്കണുള്ളൂ. ഇനി അതല്ല, അപ്പോൾ പൊടികൾ ചേർക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് ഫുൾ പൊടികൾ നമുക്ക് ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ അതേ എരിവ് നോക്കിയിട്ട് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും കുറച്ച് നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർത്തപ്പോഴാണ് പിന്നെ ഞാൻ ഉപ്പിട്ടില്ലോ എന്നുള്ള കാര്യം ആലോചിച്ചത്. അപ്പം ഞാൻ 1 ടീസ്പൂൺ ഉപ്പും കൂടെ അതിൽ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ കൈ കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കണം. നന്നായി ഞെരടി നമ്മുടെ ഈ സവോളയും ചുവന്നുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ ഈ പൊടികളും ഒക്കെ നമ്മുടെ ബീഫിൻ്റെ എല്ലാ ഭാഗത്തും ഇങ്ങനെ തേച്ച് നന്നായി ഞെരടി പിടിപ്പിക്കണം. നമ്മളത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് നമ്മൾ പരട്ടിക്കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമ്മൾ കുക്കർ അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇതിൽ ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ വേവിക്കുമ്പോൾ ആദ്യം ഹൈ ഫ്ലെയിമിൽ തന്നെ 2 വിസിൽ വരുത്തിച്ചിട്ട് പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 4-5 വിസിൽ. അപ്പോൾ അതിനുള്ളിൽ തന്നെ നമ്മുടെ ബീഫ് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് കായ മസ്റ്റാണല്ലോ. അപ്പോൾ ബീഫ് അവിടെ വേവണ സമയം കൊണ്ട് നമുക്കിവിടെ കായ അരിഞ്ഞെടുക്കാം. ഇത് ഫ്രിഡ്ജിൽ വെച്ച കാരണം കേട്ടോ തൊലി ഇങ്ങനെ കറുത്തിരിക്കണം. അപ്പോൾ അതിൻ്റെ തൊലി മുഴുവനായിട്ട് കളഞ്ഞിട്ട് നമ്മളൊരു മീഡിയം സൈസ് വലിപ്പത്തിൽ നമ്മൾ കായ അരിഞ്ഞെടുക്കുക ചെയ്തേക്കണം. ഈ കായൊക്കെ അരിയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും പ്രശ്നമാണല്ലേ കയ്യുമ്മ കറ പറ്റുക എന്നുള്ളത്. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ 2 ചെറിയ ടിപ്പ് പറഞ്ഞേട്ടെ. നമ്മൾ ഈ കായ അരിയുന്നതിന് മുമ്പായിട്ടേ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തേച്ച് പിടിപ്പിച്ചിട്ട് കായ അരിഞ്ഞ് നോക്കിയേ നമ്മുടെ കയ്യിൽ കറ പറ്റില്ല. ഇനി അതും അല്ലെങ്കിൽ നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക, എന്നിട്ട് അതിൽ കുറച്ച് കല്ലുപ്പോ അല്ലെങ്കിൽ പൊടിയുപ്പോ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കുക. എന്നിട്ട് ആ ഉപ്പ് വെള്ളത്തിൽ കൈ മുക്കിയതിന് ശേഷം നമ്മൾ ഇതരിഞ്ഞ് കഴിഞ്ഞാലും നമ്മുടെ കയ്യിൽ കറ പറ്റില്ല കേട്ടോ. ഇനി കയ്യിൽ കറയാമെന്ന് വിചാരിച്ചിട്ട് കായ അരിയാൻ മടി കാണിക്കുന്നവർ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക് കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് പറയണേ. അങ്ങനെ നമ്മുടെ കായ അരിഞ്ഞിട്ട് നമ്മൾ നേരെ വെള്ളത്തിലേക്കാണ് ഇട്ട് കൊടുക്കണത്. നമ്മളിത് അരിഞ്ഞത് പുറത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വേഗം കറുത്തു പോവും. നേരെ തിരിച്ച് വെള്ളത്തിലോ അല്ലെങ്കിൽ ഇത്തിരി ഉപ്പ് വെള്ളത്തിലോ ഇട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കളർ മാറില്ല. ഞാൻ സാധാ വെള്ളത്തിൽ തന്നെ ഇട്ട് വെച്ചാണ്, കാരണം നമ്മളിപ്പോൾ തന്നെ എടുക്കുമല്ലോ അത്. ഞാൻ കായ സെപ്പറേറ്റാണ് ആദ്യം വേവിക്കണത്. ഇതെല്ലാം അരിഞ്ഞ് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം നമ്മളതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക ചെയ്യണം. അപ്പോഴത്തേക്കും നമ്മുടെ ബീഫ് അവിടെ വെന്തുണ്ടാവും. അപ്പം നമ്മളൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടാവട്ടെ കേട്ടോ. നമ്മുടെ കായ അപ്പുറത്ത് സെറ്റായിട്ടുണ്ട് കേട്ടോ, നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ഏകദേശം 1 ടീസ്പൂണോളം പെരിഞ്ജീരകം ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പെരിഞ്ജീരകം അങ്ങനെ തന്നെ കടിക്കണത് ഇഷ്ടമില്ല എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെരിഞ്ജീരകത്തിൻ്റെ പൊടി നമ്മൾ പൊടികൾ ചേർക്കുമ്പോൾ ആ സമയത്ത് ചേർത്ത് കൊടുത്താലും മതി. എൻ്റെ കയ്യിൽ പൊടി ഉണ്ടായിരുന്നില്ല, അത് കാരണം പെരിഞ്ജീരകം അങ്ങനെ തന്നെ ചേർത്ത് കൊടുത്താണ്. അപ്പോൾ അത് നന്നായി പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു പിടി കറിവേപ്പില നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കറിവേപ്പിലയുടെ ഫ്ലേവറും പെരിഞ്ജീരകത്തിൻ്റെ ഫ്ലേവറൊക്കെ നമ്മുടെ വെളിച്ചെണ്ണയിലേക്ക് ആദ്യമേ ഇറങ്ങിച്ചെല്ലും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ആദ്യം ചേർക്കണം. പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചതിൻ്റെ ബാക്കി പകുതികളില്ലേ, നമ്മൾ പകുതി കുക്കറിൽ ബീഫ് വേവിക്കുമ്പോൾ ഇട്ടിരുന്നു, ബാക്കി പകുതികൾ ഈ സമയത്താണ് ചേർത്ത് കൊടുക്കണം. ആദ്യം ചുവന്നുള്ളി നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് വലിയ ചുവന്നുള്ളി ആയതുകൊണ്ടാട്ടോ 10-15 ഞാൻ എടുത്ത്. ചെറുതാണെങ്കിൽ അതിലും കൂടുതൽ വേണ്ടി വരും. ചുവന്നുള്ളി എത്ര ചേർക്കണോ അതാണ് ടേസ്റ്റ് കൂടുതൽ. ഇനി സവാള ചേർത്തില്ലെങ്കിലും ചുവന്നുള്ളി മാത്രം ചേർത്തുണ്ടാക്കുന്നതാണ് ബീഫിന് ടേസ്റ്റ് കൂടുതൽ. ചുവന്നുള്ളി ഒന്ന് വാടിയപ്പോഴേക്കും ഞാൻ സവാളയും ചേർത്ത് കൊടുത്തു. ഇതൊക്കെ നന്നായി ഇങ്ങനെ വഴണ്ട് വരേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. എന്നിട്ട് നമ്മുടെ സവാളയും വാടിയിട്ടുണ്ട്.
അപ്പം ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതിൻ്റെ പകുതി ഇരിപ്പില്ലേ അതും കൂടെ അതിലിട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറണ വരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പൊടികൾ വീണ്ടും ചേർക്കാം കേട്ടോ. നമ്മളന്ന് നേരത്തെ ബീഫ് വേവിക്കുമ്പോൾ അതിനാവശ്യമുള്ള പൊടികളാണ് ചേർത്തത്. നമ്മളിപ്പോൾ ഈ ഗ്രേവിക്ക് ആവശ്യമുള്ള പൊടികൾ മാത്രമാണ് ചേർക്കണം. ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാല 1 ടീസ്പൂൺ തന്നെ ചേർത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി ആവശ്യത്തിന് എരിവ് നോക്കിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ മുളക് പൊടിയും കുരുമുളക് പൊടിയും ഇട്ടിട്ടുണ്ട്. അപ്പോൾ എരിവ് അധികം ആവരുത്. അപ്പോൾ ദേ ഈ പൊടികളുടെ പച്ചമണം മാറണ വരെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ലാസ്റ്റ് കുറച്ച് മീറ്റ് മസാല ചേർക്കുന്നുണ്ട്. ഏകദേശം 1 ടീസ്പൂണോളം മീറ്റ് മസാലയും നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. അതിൻ്റെ പച്ചമണം മാറണവരൊന്ന് ഇളക്കിയെടുത്താൽ മതി. പിന്നെ ചിലർ ഈ സമയത്ത് തക്കാളി അരിഞ്ഞ് ചേർക്കാറുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ചേർക്കാറില്ല. എനിക്ക് ബീഫിന് തക്കാളി ഇടുന്ന അത്ര രസമായിട്ട് തോന്നിയിട്ടില്ല. ഇങ്ങനെ കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് തോന്നിയാണ്. തക്കാളി ഇടുമ്പോൾ ചെറിയൊരു പുളിപ്പ് രസമൊക്കെ വരും. പിന്നെ നമ്മുടെ ഗ്രേവിക്ക് നല്ല കൊഴുപ്പും കിട്ടും. നമ്മൾ പിന്നെ കായ ചേർക്കുന്നുണ്ടല്ലോ, അത് കാരണം തന്നെ ഗ്രേവി നല്ല തിക്കായിട്ട് തന്നെ ഇരിക്കും. അപ്പം ഞാൻ തക്കാളി ചേർക്കണില്ല കേട്ടോ. ഇഷ്ടമുള്ളവർക്ക് ഈ സമയത്ത് ചേർക്കാവുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞതേ നമ്മൾ വേവിച്ച് വെച്ച ബീഫ് നമ്മളിതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നന്നായി തിളച്ച് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റട്ടെ. കുറച്ച് വറ്റിച്ചെടുത്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ ബീഫിലേക്ക് എല്ലാ പൊടികളും ഒക്കെ ശരിക്കും പിടിച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഇതേ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചില്ലേ കായ, അതും കൂടെ ഇതിലേക്ക് ചേർക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു 3-4 മിനിറ്റ് തിളപ്പിക്കുമ്പോഴേക്കും നമ്മുടെ കായയിലേക്കും ഈ ഗ്രേവി മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബീഫും കായയും കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചോറിൻ്റെ കൂടിയും അപ്പത്തിൻ്റെ കൂടിയും ചപ്പാത്തിയുടെ കൂടിയും പൊറോട്ടയുടെ കൂടിയും ഒക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഒട്ടുമിക്ക കല്യാണ വീടുകളിലും തലേ ദിവസം രാത്രി ബീഫും കായും കറി ഉണ്ടാവാറുണ്ടല്ലേ. കാരണം ഇത് വെക്കാൻ എളുപ്പമാണ്, അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാവുകയും ചെയ്യും. ഇത് നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടില്ല കേട്ടോ. നമ്മൾ ലാസ്റ്റ് 2-3 ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബീഫിന് നല്ല ടേസ്റ്റ് കൊടുക്കും കേട്ടോ. അപ്പം നമുക്ക് എത്രത്തോളം ഗ്രേവി വേണോ അത്രത്തോളം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ലാസ്റ്റ് ആകുമ്പോൾ നമ്മൾ കുറച്ച് ഗരം മസാലയും അതുപോലെ തന്നെ കുറച്ച് മീറ്റ് മസാലയും പിന്നെ കുറച്ചധികം കറിവേപ്പിലയും ഒന്ന് തൂക്കി കൊടുക്കണം. നമ്മൾ ആദ്യം ഗരം മസാല ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ മീറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കുറേശ്ശെ മതി കേട്ടോ. നമ്മൾ ഓൾറെഡി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഈ സമയത്ത് ഗ്രേവി ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം ഇതൊക്കെ വീണ്ടും ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ മീറ്റ് മസാല ഇതേ ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ചധികം കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് തീ ഓഫ് ചെയ്തിട്ട് 2 മിനിറ്റ് ഒന്ന് അത് മൂടി വയ്ക്കണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫ്ലേവർ അതിലേക്ക് നന്നായിട്ട് ഇറങ്ങും. പിന്നെ നമ്മൾ മൂടി തുറക്കുമ്പോണ്ടല്ലോ അടിപൊളി സ്മെല്ലായിരിക്കും. ഇപ്പം തന്നെ നല്ല സ്മെല്ലാണ്. നമ്മൾ ബീഫ് കറി വയ്ക്കുമ്പോൾ മൊത്തത്തിൽ വീട് മുഴുവൻ ആ സ്മെല്ല് നിറയുമല്ലോ. അപ്പോൾ ഇപ്പം തന്നെ അതേ നല്ല സ്മെല്ലുകൊണ്ട് നിൽക്കാൻ പറ്റണില്ല. അപ്പോൾ നമ്മൾ മൂടി വെച്ച് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേ നമ്മുടെ ബീഫ് കറി ഇതുപോലെ സെറ്റായിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ബീഫും കായും കറി ട്രൈ ചെയ്ത് നോക്കല്ലേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കണേ. താങ്ക്